പൊതുവേ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞു ഇത്ര വർഷമായി, കുട്ടികളായില്ലേ, അത് കുട്ടികളെ എന്നെ അറിയുന്ന ആരും അങ്ങനെ ചോദിക്കാറില്ല. ഒരുപാട് പേരൊന്നും ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. പക്ഷെ ഇത്തവണ ഞാൻ നാട്ടിലോട്ട് എനിക്കൊരാള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി മെസ്സേജ് ആയിരുന്നു. മോളെ വീട്ടിലൊരാളെ പോലെ തോന്നിയതുകൊണ്ട് പറയുകയാണ്. അവരുടെ കെയർ ആൻഡ് കൺസേൺ ഐ അണ്ടർസ്റ്റാൻഡ്. ഒരു ഡോക്ടറുടെ നമ്പറും പോയി കാണാൻ. ഇങ്ങനൊക്കെ ആൾക്കാർക്ക് കൺസേൺ ഉണ്ട് അല്ലേ? അപ്പൊ അതൊന്നും നമ്മൾ അത്ര എന്നോടിപ്പോ ഒരാള് കുട്ടിയായില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ആൻസർ ചെയ്യാൻ ഒരു മടിയില്ല. കാരണം ഞങ്ങളിപ്പോ ഭയങ്കര ഇതിനെ പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ചെറുപ്രായമല്ല, 29 വയസ്സായിട്ടേ ഉള്ളൂ. ലൈക്ക് ഏത് വയസ്സിലെ കുട്ടി വേണം അല്ലെങ്കിൽ എത്ര പിള്ളേർ വേണം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് എനിക്ക് മുന്നേ കല്യാണം കഴിച്ച അപ്പൊ കുട്ടി വേണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മള് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടിയാവുന്നതായിരുന്നില്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോക്ക് ഇത് എപ്പോഴും നമുക്ക് ലൈഫിൽ ഓരോ കാര്യം വന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഒരു കുട്ടീനെ ഓരോരുത്തരുടെ കോൺസെപ്റ്റ് ആണ്, ഇതിലൊരു റൈറ്റ് ഓർ റോങ് ഇല്ല. എൻ്റെ കോൺസെപ്റ്റും വിഷ്ണുവിൻ്റെ കോൺസെപ്റ്റും എന്ന് പറയുന്നത്, നമ്മളൊരു പുതിയ ആളെ വെൽക്കം ചെയ്യുമ്പോൾ അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചെറിയൊരു കണ്ടീഷൻ ഉണ്ടാക്കാനെങ്കിലും നമുക്ക് പറ്റണം. അതല്ലാതെ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ ഒരു വേൾഡിലോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടി വേണ്ടാന്ന് നമുക്കില്ല, പക്ഷെ എപ്പോൾ വേണം എന്നുള്ള ഞങ്ങൾ പരസ്പരം ബോറടിച്ച് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ടൈം ഇപ്പൊ തന്നെ ഞങ്ങൾ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകുന്നത്. അറിയില്ല അതിനെപ്പറ്റി. പക്ഷെ എന്നോട് ഇൻ പേഴ്സൺ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ആരും കുത്തുന്ന രീതിയിൽ അതെനിക്ക് മനസ്സിലാവാത്താണെന്ന് അറിയില്ല കേട്ടോ. നേരത്തെ മനസ്സിലായില്ല. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നെതർലാൻഡ്സിൽ ഉള്ളതിന്റെ ഒരു ഗുണമായിരിക്കും, നാട്ടിലുള്ള ഇവിടെ ആൾക്കാരുള്ളത്. പക്ഷെ നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരു 3-4 പിള്ളേരുള്ളവരുണ്ട്, കുട്ടികളില്ലാത്തവരുണ്ട്, കുട്ടികൾ വേണ്ടാന്ന് ഡിസൈഡ് ചെയ്തവരുണ്ട്. കുട്ടി എന്നുള്ളത് ഒരാളുടെ ഭയങ്കര പേഴ്സണൽ സ്പേസ് അല്ല. എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടീനെ ഞാൻ തന്നെ നോക്കണ്ട, ഈ ചോദിച്ചോറോ നോക്കിട്ട്. എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ന്യൂ ഇയറിൽ എടുത്ത എനിക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അപ്പം അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അതിൽ പൊതുവേ ചെയ്യാറ്. നീ ഇത്ര മണിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എനിക്ക് ADHD ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ടോ? ഞാൻ ടെസ്റ്റിന് എടുക്കാം. എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു OCD പേഷ്യന്റ് ആണ്. ഞാൻ 12th തൊട്ടിട്ട് OCD 12 വയസ്സ് തൊട്ട് OCD ഡയഗ്നോസ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്ലെൻനെസ്, അതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. OCD ഉള്ള ഒരാൾക്ക് ഇത്ര വൃത്തി വേണമെന്നില്ല. ഇത് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സും ഇതുമാണ്. OCD ഉള്ള ഒരാൾ ഒരിക്കലും പ്രൗഡായിരിക്കില്ല എനിക്ക് OCD. ഇപ്പൊ കുറെ ആൾക്കാർ പ്രൗഡ്ലി പറയുന്നതാണ് എനിക്ക് OCD ഉണ്ട്, സോ ഐ ഡു ദിസ്, ഐ ഡു ദാറ്റ്. പക്ഷേ OCD ഉള്ള ഒരാൾക്ക് ഒരിക്കലും അത് പ്രൗഡായിട്ട് പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ എപ്പോഴും ഒന്ന് കരഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എനിക്ക് OCD ഉണ്ട്.